വീട്ടിലാണെങ്കിൽ പഠിക്കടി പഠിക്കടി, അച്ഛനാണെങ്കിൽ പ്രാർത്ഥിക്കടി. എന്നാ ഞാൻ റഷ്യയുടെ യുദ്ധത്തെ പറ്റി പറയാം. ഓ, എന്റെ ക്ഷമയെ പരിശീലിപ്പിക്കല്ലേ. പരീക്ഷയ്ക്ക് ആ പരീക്ഷ എങ്ങനെ നീ ജയിക്കടി കുരുപ്പേ? പിള്ളേരൊക്കെ ആണെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കും തോക്കും. ഓ ആയിക്കോട്ടെ. ഇനി നീ എന്നാണ് അവൻ ജയിക്കുന്നത്? പിള്ളേരെ വിഷമിച്ച അച്ഛൻ നരകത്തിൽ പോവേ. പിന്നെ ഇല്ലേ, ഒരു രഹസ്യം പറയാവേ, ആരോടും പറയല്ലേ. ഓ, അച്ഛൻ നിന്റെ രഹസ്യമൊക്കെ ആരോട് പറയാനാ? നീ ധൈര്യമായിട്ട് പറഞ്ഞോടി കുരുപ്പേ. ക്രിസ്മസ് പരീക്ഷയ്ക്ക് എങ്ങനെങ്കിലും ജയിക്കണോ അച്ഛാ? എന്തെങ്കിലും ഒരു എളുപ്പവഴി ഉണ്ടോ? എന്ത് എളുപ്പവഴി? പഠിക്കണം. വേറെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും പറ. എളുപ്പവഴി അല്ലേ? ആദ്യം പഠിക്കണം, പിന്നെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന അച്ഛനെ ഇത് തൊണ്ട റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുവാണോ? എന്നാ പിന്നെ തോക്കട്ടെ, തോറ്റു പോകട്ടെ. അതെന്നെ വർത്താനം ഒരു അച്ഛന് പറയാൻ പറ്റിയതാണോ? കുരുപ്പേ, നീ പരിചയമില്ലാത്തവരോടും ഇഷ്ടമില്ലാത്തവരോടും ഒക്കെ വർത്താനം പറയുമോ? ഇല്ല, ഈശോ നിനക്ക് പരിചയമില്ല, അതുപോലെ ഇഷ്ടവുമില്ല, അതല്ലേ നീ മിണ്ടാത്തത്? ഓ പിന്നെ എനിക്ക് ഈശോപ്പനെ ഇഷ്ടമാ. ആര് പറഞ്ഞു? ഇഷ്ടമുള്ളവരാണെ നമ്മൾ മിണ്ടാൻ കൊതിക്കില്ലേ? അങ്ങനെയാണെ നീ കൊതിയോടെ പ്രാർത്ഥിച്ചാനെ. പിന്നെയും പ്രാർത്ഥന. നീയേ ഈശോയുടെ ബ്രേക്കപ്പ് ആയിപ്പോ പോയി പ്രാർത്ഥിച്ച് എല്ലാം പറഞ്ഞ് സോൾവ് ആക്കാൻ നോക്ക്. കുഴപ്പമാണോ? അന്നേരം കിട്ടിയ കുരിപ്പിനെ വെല്ലും വിളിച്ചു പോയി. ശരി.